ചിന്തിച്ചത് ഞാൻ പോയി ഈ ബോഡി ഏറ്റുവാങ്ങിയ എനിക്ക് ഒരു സെന്റ് സ്ഥലമില്ല, ഒരു വീടില്ല, ഒരു കൂടപ്പുറപ്പുകളില്ല, എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് അറിയൂല. ഈ സിറ്റിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല ശ്മശാനത്തിനും കൊണ്ടുപോയി കത്തിക്കേണ്ടി വരും. അതിനേക്കാൾ എനിക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് അവിടുന്ന് മാറി നിൽക്കുക, ബോഡി ഏറ്റ് വാങ്ങാൻ പോവാതിരിക്കുക എന്ന് പറയുന്നത്. എൻ്റെ മോനോട് എനിക്ക്. ഹായ്, ഹലോ സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാൽപ്പായസം എന്ന് പറയുന്ന വെബ് സീരീസിൽ അഭിനയിച്ചിരിക്കുന്ന ലേഡിയുടെ ഭർത്താവും കുഞ്ഞും കൂടി ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതിനെ തുടർന്ന് തന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആ ലേഡിക്ക് അതിൽ അഭിനയിക്കുന്ന നേരത്തെ ആ ലേഡിയുടെ നിക് നെയിം ദിയ ഗൗഡ എന്നാണ്, എന്നാൽ റിയൽ നെയിം ഖദീജ എന്നാണ്. നമുക്ക് ഖദീജ എന്ന് തന്നെ അഭിസംബോധന ചെയ്യാം. ഈ ഖദീജക്ക് വളരെയേറെ രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. ഇതുപോലെയുള്ള മോശം വെബ് സീരീസിൽ അഭിനയിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്തതെന്നും നാളെ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുട്ടിക്കും ഈ സമൂഹത്തിൽ നിന്ന് മോശം പേര് ലഭിക്കും എന്നതുകൊണ്ടാണ് കുട്ടിയെ കൊണ്ട് ആത്മഹത്യ ചെയ്തതെന്നും അതിനെല്ലാം കാരണം ഈ ഖദീജ തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ എന്താണ് സത്യം എന്നത് ഈ പറയുന്ന ഖദീജ എന്ന് പറയുന്ന ഈ ദിയ ഗൗഡ തൻ്റെ ചാനലിൽ കൂടി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു 39 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കുറച്ച് വിഷയങ്ങൾ എടുത്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവർ രാവിലെ പോസ്റ്റ് ചെയ്ത വീഡിയോ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല, പുതിയൊരു ചാനലാണ്. എന്താണ് ഇവർ ആ ചാനലിൽ പറയുന്നത്, എങ്ങനെയാണ് ഇവർ ഈ വെബ് സീരീസിൽ എത്തുന്നത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തത്, എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞത്, ഇനി ഇവർ ഈ ആത്മഹത്യ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഭർത്താവ് ആത്മഹത്യ ചെയ്തതിന് ശേഷവും ഇവർ ഇതുപോലെയുള്ള വെബ് സീരീസിൽ അഭിനയിക്കുമോ എന്നീ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായാണ് ഈ പറയുന്ന ഖദീജ ദിയ ഗൗഡ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ പോലെ തൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. സ്വന്തം ചാനൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ആരും തന്നെ കേൾക്കാനില്ല എന്നതുകൊണ്ടാണ് അതിൽ ഇത്രത്തോളം വ്യക്തമായിട്ട് തന്നെ അവരെ ലൈഫ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ഈ വെബ് സീരീസിൽ അവർ അഭിനയിച്ചു എന്നതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരുടെ ലൈഫ് പോയിരിക്കുന്ന ആ ലെവലിലാണ്. ഇതുപോലെയുള്ള 80+ വെബ് സീരീസിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ടാവും, ഇല്ലെന്നൊന്നുമല്ല. എന്നാലും ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അധികം വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന പോലെ തന്നെ കുടുംബം നോക്കണം. ഇപ്പോൾ ഇവർ തന്നെ പറയുകയാണെങ്കിൽ 7 കുട്ടികളെയും 3 കുടുംബവും ഇവർ നോക്കുന്നുണ്ട്. ആദ്യ ഭർത്താവിനെയും രണ്ടാമത്തെ ഭർത്താവിൻ്റെ ഭാര്യയെയും മക്കളെയും, രണ്ടാമത്തെ ഭർത്താവിനെയും ആദ്യ ഭർത്താവിൽ നിന്നുള്ള 3 കുട്ടികളെയും, ടോട്ടലായിട്ട് ആദ്യ ഭർത്താവിൽ നിന്നും ഇവർക്കുണ്ടായിട്ടുള്ള 3 കുട്ടികൾ, ഇപ്പോഴത്തെ ഭർത്താവിൽ നിന്നും ഇവർക്കുണ്ടായിട്ടുള്ള 1 കുട്ടി, അപ്പോൾ ടോട്ടൽ 4. പിന്നെ ഇപ്പോഴത്തെ ഭർത്താവ്, ഈ ആത്മഹത്യ ചെയ്ത ഭർത്താവിൻ്റെ ആദ്യ കല്യാണത്തിലുണ്ടായിട്ടുള്ള 3 കുട്ടികൾ, അങ്ങനെ ടോട്ടൽ 7 കുട്ടികളെ വരെ ഇവർ നോക്കുന്നുണ്ട്, അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ, പിന്നെ അവരുടെ ഫാമിലിയും. ഈ പറയുന്ന ഈ ലേഡി, ഈ ഖദീജ എന്ന് പറയുന്ന ലേഡി ഇതുപോലെയുള്ള മോശം വെബ് സീരീസ് എന്ന് പറയുന്ന ഈ സീരീസിൽ നിന്ന് തന്നെ അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ വെബ് സീരീസിൽ എത്തിയത്? ആദ്യം തന്നെ നമുക്ക് ഈ ഷെരീഫ് എന്നാണെന്ന് തോന്നുന്നു ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ പേര്. എന്നിരുന്നാൽ പോലും എൻ്റെ മനസ്സിൽ ആ പേരാണ് വന്നിരിക്കുന്നത്. ആ പേര് തന്നെ വെച്ച് നമുക്ക് സംസാരിക്കാം. ഈ വ്യക്തിയായിട്ട് പരിചയപ്പെടുന്നതിന് 13 വയസ്സുള്ളപ്പോഴാണ് ഖദീജ. അന്ന് ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. പിന്നെ ചില കാരണങ്ങൾ മൂലം ഇവർ രണ്ടുപേരും തമ്മിൽ പിരിയുന്നു. പിന്നീട് രണ്ടുപേരുടെയും വ്യത്യസ്ത ആൾക്കാരായിട്ട് കല്യാണം കഴിയുന്നു. 2 കല്യാണത്തിലും 3 കുട്ടികളുണ്ടാകുന്നു. ഖദീജയുടെ ആദ്യ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടപ്പെടുകയും അയാൾ വേറൊരു ലേഡിയെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഷെരീഫ് എന്ന് പറയുന്ന ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വ്യക്തിയും മറ്റൊരു കല്യാണം കഴിച്ച് 3 കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ ആ വ്യക്തി ആദ്യം കല്യാണം കഴിച്ച ലേഡിക്ക് മെൻ്റലി ആയിട്ട് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടുള്ള ലൈഫിൽ പോകുന്നു. ഖദീജയാണെങ്കിലോ ആദ്യ വിവാഹത്തിലുണ്ടായ 3 കുട്ടികളുമായിട്ട് ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കാൻ നോക്കുന്നു. എങ്ങനെ ജീവിക്കുന്ന അറിയില്ല. 3 കുട്ടികളായിട്ട് ഒരു സ്ത്രീയാണ്, വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ആവശ്യത്തിൽ താഴെ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയാത്ത സമയത്ത് ഒരു തുണ എന്ന രീതിയിലാണ് വീണ്ടും പഴയ പ്രണയമായിരിക്കും ഈ ഷെരീഫ് എന്ന് പറഞ്ഞ വ്യക്തി ഈ ലേഡിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ ഷെരീഫിൻ്റെ കുറേ ബാധ്യതകൾ എന്ന് വെച്ചാൽ ഇയാൾ ഒരു കോഴിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടറടങ്ങി അവസാനം ലക്ഷങ്ങൾ കടമായപ്പോഴാണ് ഈ പറയുന്ന ഖദീജ ഇതുപോലെയുള്ള വെബ് സീരീസ് 80+ സീരീസിലേക്ക് അഭിനയിക്കാൻ പോകുന്നത്. അതും ഒരു ചതിയിലൂടെ തന്നെയാണ് ഇവരതിലേക്ക് പോകുന്നത്. അതിനെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കാം. രണ്ടാമത് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയോട് വഴക്കിടാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ ഷെരീഫിൻ്റെ രണ്ടാമത് ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഇവർക്കുണ്ടായിരുന്ന ഒരേ ഒരു ഡിമാൻഡ് തൻ്റെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടികളെ, 3 കുട്ടികളുണ്ട്, അവരെ സ്വന്തം കുട്ടികളെ പോലെ നോക്കണം എന്നാണ്. എന്നാൽ ഷെരീഫിൽ നിന്നും ആ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ കഷ്ടപ്പാടുകൾ കാരണം തന്നെയാണ് ഇവർ തമ്മിൽ വഴക്കിട്ടും അവസാനവും വഴക്കിടാനും ഈ ഷെരീഫ് ഇവരുടെ സ്വന്തം കുട്ടി എന്ന് വെച്ചാൽ ഈ ഖദീജയായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ടായിട്ടുള്ള കുട്ടിയെ കൊണ്ട് അകന്നു പോകാൻ കാരണവുമായത് ഇത് തന്നെയാണ് വിഷയം. എന്നാൽ അകന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പലപ്പോഴും ചാറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുമിച്ച് ഒരു വീട്ടിലില്ലെങ്കിൽ പോലും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കോണ്ടാക്ട് ഉള്ള സമയത്ത് തന്നെയാണ് ഈ മരണവും സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ആ മരണത്തിന് മുമ്പ് ഇവരുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ആ മരണത്തിന് തൊട്ട് മുമ്പ് വരെ ഈ ഖദീജയും ഈ ആത്മഹത്യ ചെയ്ത വ്യക്തി നമ്മൾ ചാറ്റ് ചെയ്തതിനെ കുറിച്ച് പോലും ഖദീജ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. തുടർന്ന് നമുക്ക് ഇവരുടെ ഈ ലൈഫിനെ കുറിച്ചും ഖദീജ ഈ പറയുന്ന വെബ് സീരീസിലേക്ക്
ചെല്ലാനുണ്ടായ അവസ്ഥയെക്കുറിച്ചും ഇനി ഈ വ്യക്തി മരണപ്പെട്ടു, ആദ്യ ഭർത്താവ് പോയി, രണ്ടാമത്തെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു, ഇനി ഇവർ ഈ വെബ് സീരീസിലേക്ക് അഭിനയിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ മുന്നോട്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമോ ഇല്ലയോ എന്നുള്ളതിന് ഉത്തരം ഇവർ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഇവരുടെ ആ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചും ഖദീജ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. 11:30 വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 11:30 വരെ ഞങ്ങൾ നല്ല രീതിക്ക് സംസാരിച്ചിരുന്നത്. പുള്ളി നാട്ടിൽ പോവാ അങ്ങനെയൊക്കെ പറഞ്ഞു. മെസ്സേജ് അയച്ച് ഞാൻ ഫോൺ താഴെ വെച്ചപ്പോ തന്നെ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കോള് വന്നു. ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് വിളിച്ചത്. അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വാട്സാപ്പിൽ ഒരു ഫോട്ടോ ഇട്ടുണ്ടോന്ന് നോക്ക്, നീ പെട്ടെന്ന് തന്നെ ശരിക്കും എടുത്ത് പോന്ന് പറഞ്ഞു. പക്ഷെ എന്താ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരത് തൂങ്ങാൻ നിൽക്കുക, 2 കയറൊക്കെ ഇട്ടിട്ട് ഫോട്ടോ അയച്ചിടുന്നു. ഞാൻ ചിരിച്ചോളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വട്ടാണോ? എന്നോടൊക്കെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുവാ. എന്നോട് പോയൊരു സൂചന ഒന്നും എനിക്ക് തന്നില്ല. അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്ങനെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോ അത് എന്റെ അതേ സെയിം റൂമും എന്റെ ഷോള്, ഒരു പ്ലാസ്റ്റിക്, ഒരു മഞ്ഞ കയറ്, ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ടെൻഷനായി. അപ്പൊ തന്നെ ഞാൻ പുള്ളിനെ കുറെ വിളിച്ചു, അവരിനെ കുറെ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചപ്പോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നെറ്റ് ഓഫ്, പുള്ളിയുടെ നെറ്റ് ഓഫ്. അതുവരെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ നെറ്റ് ഓഫ്. അപ്പൊ തന്നെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് ഞങ്ങളെ വീട് നോക്കുന്ന അപ്പൊ അവിടെ നിന്ന് 2 ആഴ്ച മുന്നാണ് വരാപ്പുഴയിലോട്ട് ഞങ്ങൾ വീട് മാറുന്നത്. അതിന് മുന്നേ ആളുകളായിരുന്നു. അപ്പൊ എന്റെ 3 മക്കളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ വീടൊക്കെ എടുത്ത്. കേട്ടില്ലേ, ഇവര് ആ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് സത്യം പറഞ്ഞാൽ ആ വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടത്. എന്നാൽ തന്റെ ആദ്യ വിവാഹത്തിലുള്ള മക്കളെ ഇയാൾ ഉപദ്രവിക്കുകയും നോക്കുകയും ഇല്ല എന്ന് തോന്നിയപ്പോൾ അന്ന് ഇയാളിൽ നിന്നും ഈ ലേഡിക്കും ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ ഈ മർദ്ദനങ്ങൾ ഏറ്റുമേടിച്ച അവസാനം അവിടെ നിന്ന് മാറിയത് ഒരാഴ്ച ഗ്യാപ്പില്. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ 6-7 മാസമായിട്ട് അകന്ന് ജീവിക്കുകയാണ്, അകന്ന് മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇയാളുടെ കൂടെയുള്ള കുട്ടിയെ നോക്കാൻ, ഇയാളെ നോക്കാനൊക്കെ വേലക്കാരിയെ വരെ നിർത്തുകയും വേലക്കാരിക്കുള്ള പൈസ പോലും ശമ്പളം വരെയും ഈ പെണ്ണ് തന്നെയാണ് കൊടുക്കുന്നത്. ഈ ഖദീജ എന്ന് പറഞ്ഞ പെണ്ണ് തന്നെയാണ് കൊടുക്കുന്നത്. ഇവർ മാറുന്നത് തൻ്റെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന 3 കുട്ടികൾ ഇയാൾ നോക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് ഇയാളിൽ നിന്ന് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവർ രാത്രിയൊക്കെ ഇവർ ഇതിനെക്കുറിച്ച് ചാറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന സമയങ്ങളിലൊന്നും ഇയാൾ ഈ ആത്മഹത്യയെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഇയാൾ മറ്റൊരു സുഹൃത്തിന് ഇയാൾ ഫോട്ടോ ഒക്കെ വിടുന്നു. ആ സുഹൃത്ത് വഴി ഇവരറിയുന്നു, ഇവരവിടെ ചെല്ലുകയും ചെയ്യുന്നു. എന്നാൽ ശരിയാണ്, ഇയാൾ ആത്മഹത്യ ചെയ്തു. പിന്നെ എന്നാലോ ഈ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടി പോലീസുകാർ ഈ ബോഡി കൊണ്ടുപോകുന്നു. ഇവർ കാത്തുനിന്നില്ല. ഇവർ ഈ ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി ചെല്ലാൻ നേരത്ത് തന്നെ ഇവരുടെ ആദ്യ ഭർത്താവും പിന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും പിന്നെ ഇയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്ട, ഈ പറയുന്ന വ്യക്തിയുടെ, ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ഫാമിലിയൊക്കെ അവിടെ വന്നിട്ട് അവിടെ വളരെ വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ ബോഡി ഏറ്റെടുക്കാൻ ചെന്നില്ല എന്ന് മാത്രമല്ല ഏറ്റെടുക്കാത്തതിന് ഇവർ കാരണം പറയുന്നുണ്ട്. ഇവരെ നാട്ടിലേക്ക് കയറ്റൂല. പിന്നെ ഇവർ ചെന്ന് ഈ കുട്ടിയെ ഏറ്റെടുത്താൽ ഇവർ എവിടെ കബറടക്കും, ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഇയാളുടെ ഫാമിലിക്ക്, ഈ പറയുന്ന കുട്ടിക്കും ഇയാൾക്ക് നല്ല രീതിയിലുള്ള ചടങ്ങുകൾ ചെയ്യാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, തനിക്ക് ചെയ്യാനുള്ള സാമ്പത്തികമായിട്ട് മാത്രമല്ല ഈ സ്ഥലം കാര്യങ്ങളൊന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ വെബ് സീരീസിൽ അഭിനയിക്കുന്നതുകൊണ്ട് നാട്ടിൽ നടക്കം ഇവളെ അകറ്റി നിർത്തിയിരിക്കുകയാണ്, ഈ ലേഡിയെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. മതത്തിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും അകറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാത്തതുകൊണ്ടാണ് ഇവർ ആ കുട്ടിയെയും അതേപോലെ തന്നെ ആ ആത്മഹത്യ ചെയ്ത വ്യക്തിയെയും ഏറ്റെടുക്കാതെ കുടുംബക്കാർക്ക് തന്നെ വിട്ടുകൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവർ എങ്ങനെയാണ് ഈ വെബ് സീരീസിൽ എത്തിയിരിക്കുന്നത്? ഇത്രയും വെറുപ്പും ഇത്രയും നാട്ടുകാരിൽ നിന്ന് വീട്ടുകാരിൽ നിന്ന് അകൽച്ചൊക്കെ നേരിടേണ്ടി വന്നിട്ട് ഇന്നിപ്പോൾ ഇവർ ആത്മഹത്യ ചെയ്തതിന് പോലും പഴി കേൾക്കുന്ന ഈ വെബ് സീരീസിൽ അഭിനയിക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ഇതിലെത്തിയതിനെ കുറിച്ചും ഇവർ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ സാഹചര്യം കൊണ്ട് എന്റെ ഹസ്ബൻഡിനെ സഹായിക്കാനായിട്ട് എനിക്ക് പുള്ളിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. കോഴി ഷോപ്പിന് ബന്ധപ്പെട്ട് ഒരു ഷോപ്പിൽ തന്നെ 14 ലക്ഷം രൂപ, വേറെ ഷോപ്പിൽ 17 ലക്ഷം രൂപ, ഈ വീട് ജപ്തി, ഇങ്ങനെ ഒരുപാട് കടങ്ങൾ വന്നപ്പോൾ ഭാര്യ എന്ന നിലയിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിൽ പുള്ളി എന്നോട് ഒരു ഉപകാരമായി ചോദിച്ചത് അഭിനയിക്കാൻ പറ്റുമോ എന്ന്. ഓക്കെ, ഞാൻ ഇറങ്ങി. പക്ഷെ ഇത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഞങ്ങളെ പള്ളി കമ്മിറ്റി എല്ലാവരും ഭയങ്കരമായിട്ട് ഇതാക്കി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സ്ഥിരമായത്, കൊച്ചിയിൽ സ്ഥിരമായത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ 2 വർഷം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഭിനയിച്ചിട്ടായാലും എങ്ങനെ നല്ല രീതിയിൽ ഈ ഹസ്ബൻഡിന്റെ 3 മക്കളുണ്ട് നാട്ടിൽ, ഭാര്യയും 3 മക്കളും, അവർക്ക് ഞാൻ തന്നെ ചെലവിന് കൊടുക്കുന്നത്. എനിക്ക് 3 മക്കളും ഹസ്ബൻഡും ഉണ്ട് അവരുടെ നാട്ടിൽ, അവരെയും ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇവിടത്തെ ഫാമിലി, ഈ ഹസ്ബൻഡ് മോനും ഒരു ജോലിക്കാരി. ഇന്ന് എന്റെ ഹസ്ബൻഡ് 2 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല. പുള്ളിക്ക് മോനെ നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പുള്ളി നോക്കൂലാണ്. പുള്ളിയുടെ ക്യാരക്ടർ പെട്ടെന്ന് മാറുന്നൊരു ക്യാരക്ടറാണ്. സ്നേഹമാണ്, പാവമാണ്, പക്ഷെ ഇടയ്ക്കൊരു എന്താ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് പേടിച്ചിട്ടാണ് മോൻ ഒറ്റയ്ക്കാക്കി പോകാനുള്ള ധൈര്യം ഇല്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ജോലിക്കാരിനും കൂടെ വീട്ടിൽ വെച്ചത്.
പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരാള് ജോലിക്ക് പോയിട്ട് 3 കുടുംബമാണ് നോക്കുന്നത്. എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് 3 മക്കൾ, പുള്ളിയുടെ ആദ്യത്തെ ഭാര്യ 3 മക്കൾ, ഇവിടത്തെ കുടുംബം. ഈ 3 കുടുംബം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇതുവരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ പുള്ളി പോയെന്ന് കരുതി എനിക്ക് ആ കുടുംബം അവരുടെ ഇപ്പൊ പോയെന്നും പറഞ്ഞാൽ അവരുടെ 3 മക്കളും ഭാര്യയും എനിക്ക് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ കണ്ണടയുന്ന വരെ എന്നെ കൊണ്ടുള്ള സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. കാരണം പുള്ളി പോയി, അതിനവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അവര് പറയുന്നത് ഞാൻ കാരണമാണ് ഇതൊക്കെ ചെയ്തതെന്ന്. പറയുന്നവര് പറയട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. കേട്ടില്ലേ, ഇവർ ആ വെബ് സീരീസിലേക്ക് എത്തിയത് തന്നെ ഇവർ റീലും ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരാ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു സീരിയസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീരിയലിലേക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. സീരിയസ് എന്ന് പറയുന്ന വെബ് സീരീസ് എന്നൊന്നും പറഞ്ഞില്ല, സീരിയലിലേക്ക് അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ കുറേ കരാറും കാര്യങ്ങളൊക്കെ ഒപ്പിടിക്കുന്നു. അതിനുശേഷമാണ് ഇവർ ഇങ്ങനത്തെ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ശരിയായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകളൊക്കെ ആവുമ്പോൾ ഇതുപോലെയുള്ള വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ ചെല്ലില്ല, പകരം ട്രാപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ അതിൽ അഭിനയിക്കുന്നത്. ഭർത്താവ് നോക്കിയാൽ പണം കിട്ടുന്നുണ്ട്, പണത്തോണ്ട് കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും. കാരണം വീട് ജപ്തി നിൽക്കുന്നു, ലക്ഷങ്ങൾ കടം, ഇയാളാണ് ജോലിക്കും പോകുന്നില്ല. പിന്നെ ഇവർ നോക്കിയപ്പോൾ ഈ പറയുന്ന 3 കുടുംബങ്ങൾ ഇത്രത്തോളം വ്യക്തികളെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇവർ പറയും മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നിനക്ക് വേറെ വല്ല കടയിൽ പോയി നിന്നുകൂടെ, വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള വിദ്യാഭ്യാസം ഇവർക്കില്ല. ഇത്രയും ഫാമിലിയാണ്, ഈ 3 കുടുംബവും ഇത്രയും ആൾക്കാരെ നോക്കാൻ മാത്രം കിട്ടുന്ന ശമ്പളത്തിന് പണിയെടുക്കാനുള്ള വിദ്യാഭ്യാസം ഇവർക്കില്ല. അപ്പോൾ ഇവർ ഇത് ചെയ്തതിന് ഇതിനെ ന്യായീകരിക്കുന്നൊന്നുമല്ല, പക്ഷെ ഇവർക്ക് ഇതുള്ളൂ ചാൻസ്. ഇവരെന്തായാലും പെട്ട സ്ഥിതിക്ക് അവർ കണ്ടിന്യൂ ചെയ്യുന്നു, അതേ ഉള്ളൂ. പിന്നെ ഇനി ഇതിൽ അവരെ കുറ്റപ്പെടുത്താനൊന്നും വേറെ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. കുറെ മീഡിയക്കാർ പറഞ്ഞായിരുന്നു 4 വർഷം മുമ്പാണ്, 5 വർഷം മുമ്പാണ്. ഞാൻ എന്റെ ഓർമ്മയിൽ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ച ഒരാളാണ് ഷെരീഫ് എന്ന് പറയുന്നത്. 13-ാം വയസ്സിൽ. എനിക്കിപ്പോ 30 വയസ്സായി. 13 വയസ്സിൽ വരെ ഞാൻ പ്രേമിക്കുന്നതാണ്. ഞങ്ങൾ തമ്മിൽ ഒന്നായിട്ടുള്ളതാണ്. അതിൽ 2 വർഷം ഞങ്ങൾ പ്രേമിച്ചു. 13, 14, 15 വയസ്സ് വരെ ഞാൻ പ്രേമിച്ചു. 15-ാം വയസ്സിൽ ഞങ്ങളുടെ സാഹചര്യം കാരണം പുള്ളിനെ വേറെ കല്യാണം കഴിപ്പിച്ചു. എന്നെ എന്റെ വീട്ടുകാർ വേറെ കല്യാണം കഴിപ്പിച്ചു. വീണ്ടും എനിക്ക് അതിൽ 3 മക്കളായി, പുള്ളിക്ക് അവിടെയും 3 മക്കളായി. അതിനുശേഷം പല സാഹചര്യങ്ങൾ കൊണ്ട് എന്റെ ഹസ്ബൻഡ് വേറെ വിവാഹം കഴിച്ചു. എന്റെ മലപ്പുറത്തുള്ള ആള് വേറെ വിവാഹം കഴിച്ചു. ഷെരീഫിന്റെ ഭാര്യയ്ക്ക് മെന്റലി കുറച്ച് പ്രോബ്ലം ഉള്ള കാരണം അവരും വലിയ ചർച്ചയിലല്ല. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ എന്റെ 3 മക്കളെ ഒറ്റയ്ക്കാം. അപ്പൊ എനിക്ക് തന്ന വാക്കാണ് ഞാൻ എന്റെ 3 മക്കളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും ഒന്നാവുന്നത്. തീർച്ചയായും മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പുള്ളി എടുത്ത് കത്തിച്ചിട്ടാ പോയത്. എന്തിനാ കത്തിച്ചെന്ന് അറിയില്ല, എല്ലാം നശിപ്പിച്ചിട്ടാ പോയത്. ഇപ്പൊ എന്റെ ആദ്യത്തെ 3 മക്കള് എന്റെ ആദ്യത്തെ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ പാൽപ്പായസം വെബ് സീരീസിലോട്ട് വരാൻ തന്നെ കാരണം എന്റെ രണ്ടാമത്തെ ഹസ്ബൻഡിന്റെ വീട് ജപ്തിയുടെ വക്കത്തെത്തി. ഒരു നിവൃത്തിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നിനക്ക് അന്ന് ഞാൻ ഈ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതിലെനിക്കൊരു ഓഫർ വന്നു, സീരിയലിൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്നോട് ഹസ്ബൻഡ് 60,000 രൂപ കിട്ടും, നമുക്ക് ഇതിന്റെ ബാങ്കിൽ അടയ്ക്കാലോ, പോവാൻ പറ്റുമെന്ന് വെച്ചപ്പോ ഞാൻ ഓക്കെ. എനിക്കും ഭയങ്കര താല്പര്യമായിരുന്നു അഭിനയിക്കാനൊക്കെ. അതെ, ഹസ്ബൻഡിന്റെ ഇഷ്ടപ്രകാരം അയാളുടെ സമ്മതിച്ചിട്ട് തന്നെയാണ്. വെബ് സീരീസ് അല്ല, അതും അറിയില്ല, അതും ചീറ്റിക്കായിരുന്നു. സീരിയലെന്ന് പറഞ്ഞ് വന്നത്. അവിടെ വന്ന് നോക്കുമ്പോഴാണ് കഥകളൊക്കെ മാറുന്നത്. എനിക്ക് ഈ വായിക്കാനും എഴുതാനൊന്നും അറിയാത്തതുകൊണ്ട് അവർ വരുന്ന എഗ്രിമെന്റിലൊക്കെ ഒപ്പിട്ടു. അത് വേറൊരു സൈഡ്, അതും ചീറ്റിംഗ് ആയിരുന്നു. എന്നാലും എന്റെ ലൈഫ് അവിടെ നിന്നാണ് മറിയുന്നത്. മറ്റേത് ആദ്യം കല്യാണം കഴിച്ച സമയത്തൊക്കെ നല്ല രീതിയിൽ വീട്ടില് കുറച്ച് മിണ്ടാപ്പാണികളൊക്കെ ഉണ്ടാടി, താറാവ്, മക്കളും അവരുടെ കേട്ടില്ല. നല്ലൊരു ലൈഫിൽ നിന്നും ഇതുപോലുള്ള ഒരു വെബ് സീരീസ് ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. ആ ജീവിതം ഇവരാകെ നശിപ്പിച്ചു. ഇവരെ ഇതിനു മുമ്പ് 2 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ വെബ് സീരീസിന്റെ വിഷയത്തിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. താൻ കബളിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചാനലുകളിലൊക്കെ ചർച്ചകൾ കണ്ടിരുന്നതാണ്. അപ്പൊ ഇവരെ ലൈഫ് എത്രത്തോളം ഈ വെബ് സീരീസ് തകർത്തു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇവരെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി ഈ വെബ് സീരീസ് തന്നെയാണ് വഴി എന്നും ഇവർ പറയുന്നുണ്ട്. പിന്നെ ഭർത്താവ് പറഞ്ഞിട്ട് തന്നെയാണ് ആദ്യം ഇതിൽ അഭിനയിക്കുന്നത്. അതിനുശേഷം പല കാരണത്താൽ മാറി മറിഞ്ഞു പോയി. പിന്നെ ഇയാളിൽ നിന്നും വലിയ ഉപദ്രവങ്ങൾ ഈ ലേഡി നേരിടേണ്ടി വന്നിട്ട് പിന്നെ ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എപ്പോഴാണ് എന്താണ് ചെയ്യണമെന്ന് അറിയില്ല. ഈ പറയുന്ന ലേഡിയുടെ ആദ്യത്തെ കല്യാണത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ വിവാഹത്തിൽ നിന്നുള്ള 3 കുട്ടികൾ, ഏറ്റവും ഇളയ കുട്ടിയെ പോലും ഇയാൾ ബെൽറ്റ് കൊണ്ട് അടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇയാളുടെ ഒരു മാതിരിയുള്ള സ്വഭാവത്തെക്കുറിച്ച് ഈ ലേഡി ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ലേഡിയുടെ ഭാഗം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഈ ലേഡിയുടെ ഭാഗം കേട്ടപ്പോൾ എന്തോ ഇവരങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. ഇപ്പം നമ്മൾ എന്ത് കേട്ടാലും എന്ത് മനസ്സിലാക്കിയാലും 2 ഭാഗം കേൾക്കണമല്ലോ. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ ലേഡി ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ ലൈഫാണ്, നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ലൈഫായിരിക്കില്ല. ഇതാണ് ലൈഫ്. നമ്മൊന്നും ചിന്തിക്കാത്തതിനേക്കാൾ ഉപരി മറ്റു ചില തലങ്ങളിലൂടെ സഞ്ചരിക്കും, നമ്മളെ കൊണ്ടുപോകും.
നമ്മ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.